ഏനമാവ് തെക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽകർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്. വെങ്കടങ്ങ് പഞ്ചായത്തിലെ 150 ഏക്കർ വിസ്തൃതിയുള്ള തെക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽകർഷകരാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ 1 ഏക്കറിന് 35-40 ചാക്ക് നെല്ല് വിളവ് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കർഷകർക്ക് 12-15 ചാക്ക് നെല്ല് മാത്രമാണ് ലഭിക്കുന്നത്. പണം വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ കടം വീട്ടാൻ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ ഉടൻ സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗവും കർഷകനുമായ മുരളി തോയക്കാവ് ആവശ്യപ്പെട്ടു. കർഷകരെല്ലാം വളരെ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം 30-33 ചാക്ക് 1 ഏക്കറയ്ക്ക് ലഭിച്ച സ്ഥലത്ത് ഇപ്രാവശ്യം ഒരു 10-12 ചാക്ക് നെല്ലാണ് ലഭിച്ചിട്ടുള്ളത്. ഉപ്പ് കയറിയത് മൂലവും കൃഷിക്ക് ഏറ്റ കീടങ്ങളുടെ ആക്രമണം മൂലമാണ് എന്നാണ് കൃഷി ഓഫീസറുടെ വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. എന്നാലും കർഷകർക്ക് നേരിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര സഹായം വേണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് വെങ്കടങ്ങ് കൃഷി ഓഫീസർ ജേക്കബ് ഷീമോൻ പടവിലെത്തി. വിളവെടുപ്പിന് 2 ആഴ്ച മുൻപ് നെൽച്ചെടികൾക്ക് ബാധിച്ച ബാക്ടീരിയൽ ലീഫ് ബ്ലാസ്റ്റാണ് കൃഷിനാശത്തിന് കാരണമെന്ന് അനുമാനിക്കുന്നതായി കൃഷി ഓഫീസർ പരിശോധനകൾക്ക് ശേഷം വ്യക്തമാക്കി. വിളവെടുപ്പ് പകുതിയിലേറെ കഴിഞ്ഞിരിക്കെ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള കൃഷിശാസ്ത്രജ്ഞർ അടിയന്തരമായി കോൾപ്പടവിലെത്തി സ്ഥിതി വിലയിരുത്തുകയും കർഷകർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുവാൻ നടപടിയുണ്ടാകണമെന്നും പടവ് കമ്മിറ്റി സെക്രട്ടറി KP ജോസഫ് ആവശ്യപ്പെട്ടു. ഏനമാവ് ഫീസ് കനാലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പടവിലേക്ക് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറിയതാണോ വിളവിനെ ബാധിച്ചതെന്ന് കർഷകർ സംശയിക്കുന്നു. നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന ഉപ്പുവെള്ള ഭീഷണിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതും തുടർച്ചയായി വിവിധ രോഗങ്ങൾ മൂലം കൃഷിനാശം സംഭവിക്കുന്നതും ഭൂരിഭാഗം കർഷകരെയും നിരാശയിലാക്കിയിട്ടുണ്ട്. TCV പാവറട്ടി.